നമസ്കാരം. ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സംശയിക്കേണ്ട, അവിടെയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ഗതികേടിന് ആ ബാങ്കും ഇക്കണ്ടകാലം അത്രയും ഭരിക്കുന്നത് LDF തന്നെയാണ്. അപ്പോൾ പ്രതികളും CPM തന്നെയാണ്. പിന്നൊരു കാര്യം, സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ താറടിച്ച് കാട്ടാനൊന്നുമല്ല ഈ വീഡിയോ. ഇതിന്റെ അർത്ഥം സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളും സഹകരണ പ്രസ്ഥാനവും ഒക്കെ നിക്ഷേപരെ കൊള്ളയടിക്കുന്നു എന്നുമല്ല. മാന്യമായി പ്രവർത്തിച്ച് നന്നായി മുന്നോട്ട് പോകുന്ന 99% ബാങ്കുകൾക്കിടയിൽ പുഴുക്കുത്ത് പോലെ ഇതുപോലെ വിരൽ എണ്ണാവുന്ന ചിലതുണ്ട്. അതിൽ CPM ഭരണത്തിലുള്ളവരുണ്ട്, കോൺഗ്രസ് ഭരണത്തിലുള്ളവരുണ്ട്, പിന്നെ BJP നേതാക്കളുടെ എത്ര സഹകരണ ബാങ്കുകളാണ് നിക്ഷേപയുടെ പണം തിരിച്ചു നൽകാതെ ഒളിച്ചു കളിക്കുന്നറിയാം. ഇവിടെ ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 13 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. LDF ഭരിക്കുന്ന ഇടുക്കി തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 10.25 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഇടുക്കി ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും ഉൾപ്പെടെ 13 പേർക്കെതിരെ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തു. 2020 മുതൽ 26 ജനുവരി വരെയുള്ള കാലത്താണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ട്. 11 അംഗ ഭരണസമിതിയിൽ 9 പേർ CPM-കാരാണ്. ബാങ്കിലെ അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പേരിലും വ്യാജ പേരിലുമൊക്കെ വായ്പ അനുവദിച്ചു. SSG, JLG എന്നിവ രൂപീകരിച്ചും ഒക്കെയാണ് ഇങ്ങനെ പണം തട്ടിയെടുത്തത്. ഒരംഗത്തിന് 50,000 രൂപ വീതം 100 കണക്കിന് അംഗങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ തട്ടിപ്പുകാർ മാറ്റിയെടുത്തത്. സംഭവം പുറത്തായതോടെ 236 വായ്പാ അപേക്ഷകൾ അവരുടെ അപേക്ഷകൾ ബാങ്കിൽ നിന്നും കാണാതെയുമായി. സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും 3 സ്ഥിരം ജീവനക്കാരും 9 താൽക്കാലിക ജീവനക്കാരും ചേർന്നാണ് 10 കോടിയിലധികം രൂപ ഒറ്റക്കെട്ടായി നിന്ന് തട്ടിയെടുത്തത്. ഇവർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തത്. സെക്രട്ടറി സുനിത കുമാരി 3 കോടി 17 ലക്ഷം രൂപയാണ് ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടത്. മുൻ പ്രസിഡന്റ് ഷൈൻ തോമസ് 82 ലക്ഷം രൂപ അടച്ചേ പറ്റൂ. ഇങ്ങനെ പോകുന്നു തട്ടിപ്പിന്റെ കണക്കുകൾ. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥിരം ജീവനക്കാരെ 3 പേരെ ബാങ്ക് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടറി ജീവനക്കാരും അഡ്വാൻസായി എടുത്ത വൻതുക തിരിച്ചടച്ചിട്ടില്ല ഇതുവരെ എന്ന് സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ബാങ്ക് സെക്രട്ടറി ജീവനക്കാരും വായ്പ എടുക്കാൻ പാടില്ല എന്ന നിയമവും ഇവിടെ കാറ്റിൽ പറഞ്ഞു. 20 കോടി രൂപ കേരള ബാങ്കിനും 10 കോടി രൂപ നിക്ഷേപകർക്കും ഈ ബാങ്ക് കൊടുക്കാനുണ്ട്. എന്നാൽ 13 കോടി രൂപ മാത്രമേ തിരിച്ചു കിട്ടാനുള്ളൂ. സംഭവത്തിൽ അടുത്ത തരത്തിലുള്ള അന്വേഷണത്തിന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഇതും തൃശ്ശൂരിലേതുപോലെ CPM-ന്റെ ഭരണസമിതി തന്നെയാണ് ഈ ബാങ്ക് ഭരിക്കുന്നത്. ഓരോ അംഗങ്ങളും വ്യാജ വായ്പ അപേക്ഷകളിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്തു. നോക്കൂ, ഒരു ബാങ്ക് സെക്രട്ടറി അവർ 3 കോടിയിൽ പരം രൂപ തിരിച്ചടയ്ക്കാനുണ്ട് ഈ ഇനത്തിൽ. എടുത്ത വായ്പ ഇങ്ങനെ പലരുടെയും പേരിൽ വായ്പ എടുത്ത ഇനത്തിൽ. അതുപോലെ തന്നെ മുൻ സെക്രട്ടറിയും അടയ്ക്കാനുണ്ട് ലക്ഷങ്ങൾ. ഇതുപോലുള്ള പുഴുക്കുത്തുകളാണ്, ഇതുപോലുള്ള സഹകരണ പ്രസ്ഥാനത്തിലെ പുഴുക്കുത്തുകളാണ് മറ്റ് സഹകരണ ബാങ്കുകളെയും മറ്റ് സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ അടിക്കല്ല് തോണ്ടി മാറ്റുന്നത്.